ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ ചാവക്കാട് എന്ന സ്ഥലത്തുള്ള അക്വമറിയത്തിലേക്കാണ്. നമ്മൾ കൂടുതലും വീഡിയോസൊക്കെയാണ് കണ്ടിട്ടാണ് പോകുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആവും എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ, നമ്മുടെ അക്വേറിയത്തിന്റെ അവിടെ ആണ് നമ്മുടെ സ്ഥലം. ഇതിന്റെ പുറകില് ബീച്ചാണ് കേട്ടോ. ഇവിടെ ഇതിന്റെ കണ്ടില്ലേ, നേരെ അപ്പുറത്ത് ബീച്ചാണ്. നേരെ അവിടെ ആയിട്ട് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ബീച്ചിലോട്ട് പോകും. അല്ലേ മുത്തേ? എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അക്വാമറിയൻ, സത്യം പറയുകയാണെങ്കിലേ അക്വാമറൈൻ വേൾഡ്, അതാണ് ഇതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ കുറേ കേട്ടിരുന്നു, കുറേ യൂട്യൂബിൽ വരണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം നോക്കിയിട്ട് ഇപ്പോൾ അച്ഛനും അമ്മ ഇവരെല്ലാവരും ഉണ്ട് ഇവിടെ. രാജു അവരൊരു ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം, നമ്മളെല്ലാവരും ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിശേഷം നമുക്ക് ഉള്ളിൽ കയറിയതിന് ശേഷം പറയാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഒരു ബീച്ചാണ് കേട്ടോ. നമുക്ക് ഇവിടെ ബീച്ചാണ്, പഞ്ചവടി ബീച്ചാണ് അത് വരുന്നത്. അത് നമുക്ക് അവിടെ നമുക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എല്ലാവരും ഉണ്ട്, ഞാനുണ്ട്, മുത്തുണ്ട്. മുത്ത് ഞങ്ങള് മീമി കാണാൻ പോവാണ്. കൂടുതൽ കാഴ്ചകൾ കാണാം. അതെ, അടുത്തു ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഒരു ആമയുടെ ഒരു ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം കേട്ടോ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരാം. എൻട്രൻസിലൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ റേസിങ് ചെറിയ ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് നല്ലതായിരിക്കും. ചെറിയൊരു പ്ലേ പോർഷനൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ, കണ്ടല്ലേ? നോക്കൂ, 1 2 3 4 5 6 സൂമി അടിയില് അടിയില്. ഇവിടെ നമുക്കൊരു ബേഡ്സ് പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബേഡ്സ് പാർക്ക് അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വരുമ്പോൾ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തോന്ന് അറിയത്തില്ല, ഇവിടെ എന്തൊരു മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും റൈഡ്സോ എന്തെങ്കിലുമൊക്കെ വരുന്നതായിരിക്കാം. അതിൻ്റെ ആണ് ഇവിടെ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് അഡൾട്ട്സിനൊക്കെ 350, ബാക്കി സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 300 ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഫിഷ് തെറാപ്പി.
ആ ഇരുന്നതിന് ശേഷം വെള്ളത്തിന് കാലിടുക, ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓരോ സെക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് വേണം അടുത്ത സെക്ഷനിലോട്ട് പോവാൻ. തിരിച്ച് റീ എൻട്രി ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഫ്ലാഷ് ലൈറ്റ്, ഫുഡ് നോട്ട് അലൗഡ് ആണ്. ഫ്ലാഷ് ലൈറ്റും ഫുഡും. ഓക്കെ. പിന്നെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അക്വേറിയത്തിലും വെള്ളത്തിലൊന്നും ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്യരുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഫിഷ് തെറാപ്പിക്ക് എക്സ്ട്രാ പൈസയാ? ടിക്കറ്റ് ഇങ്ങോട്ടും വേണ്ട. വേണ്ട, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഫിഷ് തെറാപ്പി. ഓക്കെ, ഫിഷ് തെറാപ്പി ചെയ്യാം അപ്പോൾ നമുക്ക്. ഓക്കെ ചേച്ചി, താങ്ക് യു. ഇതിന് ഇവിടുത്തെ അക്വേറിയത്തിനെ കുറിച്ച് പിന്നെ എന്താണ് കൂടുതലായിട്ട് നമുക്കറിയില്ല. എന്താണ് ഇതിൻ്റെ ഒരു വേറെ കൂടുതൽ ഇതേ ഒരു സംഭവം? പിന്നെ പല പല ടൈപ്പ് ഫിഷസും അല്ലേ? പല പല ടൈപ്പുള്ള ഫിഷ് ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെ മറ്റേ ഇതിന് പുറമെ അക്വേറിയത്തിന് പുറമെ അവിടെ ബീച്ച് ഉണ്ട്. പിന്നെ ബേർഡ്സ് പാർക്ക് ഉണ്ട്. എന്ത് പാർക്കാ? ബേർഡ്സ് പാർക്ക് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഓക്കെ 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 ഓക്കെ, ശരി. മറ്റേ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അച്ഛാ, ഇവിടെ കാല് നിലത്തി വെച്ചിട്ടേ ആ നമുക്കിങ്ങനെ ട്രീറ്റ്മെന്റ് പോലെ കാല് തണ്ടില്ലേ അങ്ങനെ ചെയ്തോളോ. എല്ലാരും ചെയ്യില്ലേ, കണ്ടില്ലേ? അവിടെ ഒരു വലിയൊരു നീരാളി ഇരിപ്പുണ്ട്. ഇതെന്താ പറയാ, ഒക്ടോപ്പസ്. ഇതിനെയാണ് ഒക്ടോപ്പസ്. നീരാളി കണ്ടിട്ടാ നീ? ഇതാണ് നീരാളി. ഇതാ അമ്മ, അച്ഛൻ്റെ മുത്ത്. ഹായ്, മുത്തെല്ലാം നോക്കുന്നുണ്ട്. കാലിൽ നിലത്തിട്ട് അച്ഛൻ കാണിച്ചു തരാട്ടാ. ആ രമ്യ, അച്ഛൻ്റെ മുച്ചിനൊന്ന് തെറാപ്പി ചെയ്ത് കൊടുക്ക്. വാ, അച്ഛൻ പിടിക്കാം, ടിക്കറ്റ് അച്ഛൻ പിടിക്കാം. ആ നമ്മുടെ താരങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതാ ഒരു ലേറ്റ് ആയിട്ട് എത്തിയത്. തെറാപ്പി കഴിഞ്ഞാ? തെറാപ്പി അച്ഛൻ മുത്ത് തെറാപ്പി ചെയ്തോണ്ടിരിക്കയാണ്. മുച്ചേ അളക്കാതെ വെക്കണം, നല്ല മീമി വരുള്ളൂ. എന്താ പറഞ്ഞു? അവരെന്തോ ഫോട്ടോന്റെ ഒക്കെ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട് ചെറുതായിട്ട്. നമ്മുടെ മറൈൻ അക്വേറിയത്തില് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് ഇങ്ങനൊരു ഇതാണ് സാധിക്കുന്നത്. നല്ലൊരു വൈബാണ്. അതായത് നമുക്കൊരു നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ ഫിഷ് തെറാപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫിഷ് തെറാപ്പിയിലാണ് എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അച്ഛനിരിക്കുന്നുണ്ട്. ഇവിടെ ഗുലു ഇരിക്കുന്നുണ്ട്. ഗുലുവിന് എന്തായാലും അത് മതിയായിട്ടുണ്ട്. ഗുലുവിൻ്റെ ഫിഷ് തെറാപ്പി കഴിഞ്ഞു. ഇവിടെ വൈഫിൻ്റെ ചേച്ചി ഇതെല്ലാം കണ്ടില്ലേ? ആ നന്നായിട്ടുണ്ട്. ഇതവിടെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇവിടെ രാജു ഇവിടെ ഇരുന്നിട്ട് ഫിഷ് തെറാപ്പി ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ നമുക്കിതിൻ്റെ ആ ഒരു വിഷ്വൽസൊക്കെ ഞങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തെ നമ്മുടെ എൻട്രൻസിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. നമുക്ക് കൂടുതലായിട്ട് ഉള്ളിൽ ഇതിനും വലിയ വിസ്മയങ്ങൾ നമ്മളെ കാണാൻ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഒരു
കുട്ടികൾ പോകുന്നുണ്ട്. കണ്ടില്ലേ അതിലേ അല്ലേ? നമ്മുടെ കാലിന്റെ അടിയിൽ മൊത്തം മീനുകളാണ്. അയ്യോ എന്താ കാണിക്കണെന്ന് അറിയണില്ല. അയ്യോ 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 എന്റെ കാലിന്റെ വളരെ വൃത്തിയുള്ള കാലാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. എന്റെ കാലിന്റെ ചോട്ടിലാണ്. വേറെ വലിയ സാധനം വരുന്നുണ്ട്. അയ്യോ എന്റെ കാലിന്റെ ചോട്ട് പോയി മറ്റൊക്കെ പോയിട്ടാ. ഇതിന്റെ പേടിയാ തോന്നുന്നു. തെറാപ്പി ഇതിനെയാണ് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ പൊളിയാണ്. ഇതില് നമ്മളെ താരങ്ങളൊക്കെ നമ്മളെ പുറത്ത് നിന്നിട്ട് എടുക്കണ്ടേ. ഞങ്ങള് ഇത് അക്വാറിയത്തിന്റെ ഉള്ളിലാണ്. താരം ഇവിടെ നിൽക്കണ്ട്, അച്ഛനെ മുത്ത് ഇവിടെ നിൽക്കണ്ട്. ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങള് അക്വാറിയത്തിന്റെ ഉള്ളിലാ. മീമിയാണ്, മീമി കണ്ടില്ലേ? ഇല്ല ഞങ്ങള് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ മീമി കണ്ടോണ്ടിരിക്ക. മുത്തും അക്വാരിയത്തിന്റെ ഉള്ളിലാണ്. നോക്കുമ്പോ അങ്ങോട്ടൊക്കെ നമ്മളെ അക്വാരിയത്തിന്റെ മുന്നിലാണ്. ഞങ്ങൾ വീഡിയോ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഗ്ലാസ് ഹൗസാണ്. ആരോ ഞങ്ങള് വരില്ല, പുറത്തേക്ക് വരില്ല. ഞങ്ങള് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാൻ നോക്കാണ്. ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത് ഉള്ളിൽ കയറിക്കോ. കയറിക്കോ വേണ്ട വേണ്ട കുഴപ്പമില്ല. രണ്ടു കയറാം. വെള്ളത്തിന്റെ ഉള്ളിലാ. ബുദ്ധിനെടുക്ക് ഹിമ, ഇവനെടുക്ക്. കയറ് കയറ്. സൂപ്പർ. ണ്ടോ അവിടെ? എടുത്തോ വല്ലോ. നമ്മുടെ ഒരു അടുത്ത സെക്ഷനാണ്. നമ്മളിപ്പോ അവിടെയിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സൗജന്യമായിട്ടാണ് ഇവിടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നത്. അവിടെ അമ്മ വരുന്നുണ്ട്. ഇവിടെ ഇതിലൊന്നും മീനില്ലേ? ഇതിലെ മീൻ നോക്കടി. ഇതിന്റെ ഉള്ളിൽ കയറി പറഞ്ഞിട്ട് ചത്ത പ്രോണാണ്. വെള്ളമില്ല, വെള്ളം പറ്റില്ലേ? അയ്യമ്മു ഈ മീൻ നോക്ക്. ഇത് നോക്കമ്മു. അമ്മു ഇത് നോക്ക്. അവിടെ എന്റെ മക്കളെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, അത്രക്കുണ്ട്.
അടുത്ത ഓരോ പുതിയ പുതിയ സംഭവങ്ങളുണ്ട്. എല്ലായിടത്തും മീൻ തന്നെയാണ്, പക്ഷെ വേറെ വേറെ. അച്ഛനമുത്ത വാവ് സൂപ്പർ. That's starfish. Starfish. That was the starfish. Starfish. Wow. സെക്ഷനിലേക്ക് കിടക്കാൻ പോവാണ്. അടുത്ത സെക്ഷനില് വേറെ ലെവലാണ്. ശരിക്കും നമ്മളൊരു കടലിന്റെ താഴെ പോയിട്ട് നമുക്ക് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ശരിക്കും അക്വാ മറൈൻ എന്ന് പറയുന്ന സംഭവം. ചെറിയ സംഭവങ്ങളല്ല കേട്ടാ, കുറച്ച് വലിയ സംഭവങ്ങളാണ്. ഇവിടെ ഒരു അപാര ഒരു സാധനം ഇവിടെ താഴെ വന്ന് കിടക്കണ്ടേ, കാണാണ്ട. ഇതാണ് സാധനം. ഒറിജിനൽ തന്നെ അല്ലാണ്ട് ഒറിജിനൽ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവരാൻ സാധ്യയില്ല അല്ലേ? അല്ലേ? ആ ഒറിജിനൽ തന്നെയാണ് അല്ലേ? എന്ത് ഇത്? ഏത് മീനിത്? ഇതെന്ത് മീനത്? ഒറിജിനലാണോ? നോക്ക് നോക്ക് നോക്ക്. അതിന്റെ മുഖം കാണാനില്ലേ? വല്ല മുതലയുടെ മുഖം മാതിരി. ഒക്കെ മുകളിലൊക്കെ ആയിട്ടാണ്. അച്ഛയുടെ മുത്തിനെ കാണാനില്ല, ആ വൈഫിനെ കണ്ടെത്തി. ഇന്നലെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള ആള് ഇപ്പൊ കുറച്ച് ഹാപ്പിയാണ്. ഞങ്ങൾ കുണ്ടോളിക്കളവ് പോയിട്ട് ആകെ ഡെസ്പായിട്ടിരുന്ന ആളാണ്. ഓക്കെ, കുഴപ്പമില്ല. വേറൊരു കുഞ്ഞി ഫാമിലി. വാ സൂപ്പർ. നമ്മളുള്ളത് ഇതെന്തത്? ക്രാബോ? കൊഞ്ച്. ഇത്രയും വലിയ കൊഞ്ച്. ഇവിടെ അടിപൊളി മീനുകളുണ്ട്. ഏതാ പേര് എന്നൊന്നും അറിയില്ല. നെയിം ബോർഡ് എന്തൊക്കെ ഇട്ടുണ്ട് കേട്ടോ. റെഡ് ടിലാപ്പിയ, അതാണ് ഈ സാധനം. ഇത് കുറേ കാണാണ്ട് ഇവിടെ. കുഴപ്പമില്ല. ആർട്ടിഫിഷ്യലായിട്ട് എന്തായാലും അടിപൊളിയുണ്ട് കേട്ടോ. ഒരു സെറ്റപ്പ് ചെയ്ത സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുറച്ചൊരു നല്ലൊരു ഫീലുള്ളൊരു സംഭവം. നമ്മളിതിൽ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ വേറൊരു സംഭവം ഇവിടെ കാണാണ്ട്. ഇതിന്റെ പേരെന്താന്ന് അറിയില്ല. ഇതെന്ത് ഇതിന്റെ പേര്? പ്ലാറ്റിനം. ചത്തി കിടക്കണ മാതിരിയുള്ള കിടക്കുന്നു. ഇത് മറ്റേ ഒന്ന് ഇതായിരിക്കില്ലേ? ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും അല്ലേ? മുച്ച്, അച്ഛനെ മുച്ച്. സ്പെഷ്യൽ ഗസ്റ്റ്. ഇതിന്റെ പേരാണ് സ്കാറ്റ്. ഇടയ്ക്കനങ്ങുണ്ട്, വായൊക്കെ പൊളിക്കുന്നുണ്ട്. ഇതിന്റെ കണ്ണ് കാണാനില്ല അല്ലേ? വളരെ ഇത്രയും ചെറിയ കണ്ണ്. പൊളിച്ച്. ഇതിന്റെ പേരാണ് സ്കാറ്റ്, യെല്ലോ സ്പോട്ടഡ്.
ആ ഇതേതാണ് ഷാർക്ക്. ഇതേ ഒരു കല്ലുണ്ട്. മീന് എത്ര വലിയ വാലുണ്ട് മീൻ നോക്കുമ്പത്തേ. ഇത് വലിയ മീന് വരുന്നുണ്ടോ. അയ്യോ മുച്ചിനെ പിടിക്കുമ്പോ. അയ്യോ വരുന്നു. അയ്യോ അത് ചെറിയ മീമി. അത് ചെറിയ മീമി. ഇതാ വലിയ മീമി വരുന്നു. വലിയ മീമി. അയ്യോ ഞാൻ പോണു അങ്ങോട്ട് തിരിഞ്ഞു പോയി. രക്ഷപ്പെട്ടു നമ്മള്. എടാ, ഇതിലൊരു ചുവന്ന മീനുണ്ട്. ദേ വരുന്നില്ലേ, അത് വലിയ മീൻ. എടാ മുച്ച. അയ്യോ നമ്മളെ പിടിക്കാൻ വരുന്നേ മുച്ചേ. അച്ഛനെ മുച്ചിനെ പിടിച്ചേ. അവനൊരു പേടിയില്ല ഒന്നിന്. നമ്മള് ഞണ്ട് പഠിച്ചല്ലേ ഉള്ളു. നമ്മുടെ മറ്റേ സംഭവം അവിടെ മുകളിലാണ് കേട്ടോ. വൈഫ് ഇതെല്ലാരും പോയിട്ടും ഏറ്റവും അവസാനം കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ട് റിസർച്ചൊക്കെ നടത്തുകയാണ്. മുകളിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. സംഭവങ്ങളുണ്ട്. നമ്മുടെ അടുത്ത സംഭവം ഇതിന് ഫോണിൽ കുറച്ച് വാ കൊറേ സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് വേഗം കവർ ചെയ്ത് പോണം അല്ലേ? വേഗം കവർ ചെയ്ത് പോണം. ഇതേതാ അതിന്റെ ഉള്ളിലൊരു അവതാരം ഇരിക്കുന്നുണ്ട്. ആരാന്നൊന്നും അറിയില്ല. വേറൊരു അവതാരം ഇരിക്കുന്നുണ്ട്. കുറെ അവതാരങ്ങളുണ്ട്. എവിടെ നീരാളി? ഒറിജിനലാ? ഒറിജിനൽ നീരാളിയാ? അങ്ങനെ ആ വഴിയില്ലല്ലോ അല്ലേ? പേടിച്ചില്ല? ആരേതാണ്? അയ്യോ നമ്മുടെ മെയിൻ സെക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ സെക്ഷൻ അല്ലേ? കഴിഞ്ഞൂലേ? ലാസ്റ്റ് സെക്ഷനാണ്. എന്താ സംഭവം? ഇതുണ്ടല്ലോ, ഇതിന് ഭയങ്കര വണ്ണം വെക്കും, ഭയങ്കര വലുതാവും. നോക്ക് ആണോ? ഇതാണ് സാധനം. അയ്യാ നമ്മുടെ തറടമോൾക്കടെ പോണട്ടാ. എന്റെ അമ്മോ. സാധനം വരാണ് കേട്ടാ. ഹിമ മാറിയെന്നോ? ചിലപ്പോ അറ്റാക്ക് ചെയ്യും, പറയാൻ പറ്റില്ല. മുത്ത് എവിടെ പോയി? കൊച്ചേ
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വന്നിട്ട് നമ്മൾ അക്വേറിയം നമ്മൾ ഫിനിഷ് ആയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പോകാനുള്ളതെന്ന് അവർ പറഞ്ഞത് ഫിഷ് ഫീഡിങ് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് വേറെ സംഭവങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. നമുക്ക് ജസ്റ്റ് നമ്മൾ അതിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ കൊണ്ടുവരാൻ നല്ലൊരു സംഭവം തന്നെയാണ്. നമുക്ക് വലിയ വാവ് ഫാക്ടർ അല്ലെങ്കിലും നമ്മുടെ ഒരു ഇതിൽ നമ്മുടെ ഫാമിലി നമ്മളിപ്പോൾ അക്വേറിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതിനൊരു ഇത് കാണാൻ പറ്റും. അത് ഈ ഫോട്ടോസ് നമ്മളവിടെ അകത്ത് ഫോട്ടോസ് എടുത്തതൊക്കെ നമുക്ക് അവിടെ നിന്നാണ് കിട്ടുക. പിന്നെ ഇവിടെ ചെറിയൊരു പർച്ചേസ് ചെയ്യാനൊക്കെ ചെറിയ സ്വീറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് ടോയ്സൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ഫിഷ് ഫീഡിങ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫിഷ് ഫീഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും. കൊടുത്താ അവിടെ നീ അവിടെ വെക്കേ, അവൻ പിടിച്ചോളവര്. നീ ഒരാളിവിടെ ഫിഷ് ഫീഡ് ചെയ്തിട്ടേ അത് പേടിച്ചിട്ട് ഇരിക്കുകയാണ്. അച്ഛൻ നോക്കുക. ഇങ്ങോട്ടൊക്കെ ഇതിനൊക്കെ എത്രയാ? ഇതിന് ചേച്ചി രാജേട്ടൻ ഇങ്ങോട്ട് വെക്ക്, രാജേട്ടൻ ഇങ്ങോട്ട് വെക്ക്, അതിന്റെ ഉള്ളിൽ വെക്കേ, വെക്ക് ധൈര്യത്തില്. സൂപ്പർ. ഇതാ അവിടെ ഒരു ഒട്ടകം. ആ ഒരു ഒട്ടകം അവിടെ പോയി നിൽക്ക്. ഒട്ടകച്ചിന്റെ അടുത്ത് പോയി നിൽക്ക്. എവിടെ ഒട്ടകം? എവിടെ ഒട്ടകം? ദോ ഞാനാ. സൂപ്പർ. ആണാ? ഓ വെരി ഗുഡ്. അതടിപൊളി. എടുത്ത് വെച്ചോ. ആണ് നമ്മുടെ സ്ഥലം. മുച്ച് ട്രെയിനിൽ പോവാണോ? ഈ ട്രെയിൻ ഓടില്ല. പോവാം. ട്രെയിൻ ആരോ ഓടിക്കുക? അച്ഛയാ? അച്ഛക്ക് ഓടിക്കാറിയില്ല. മുത്ത് ട്രെയിൻ ഓടിക്കാറിയില്ല. ഈ ട്രെയിൻ ഓടിക്കാറിയില്ല. ഇത് നമ്മുടെ ഇതിന്റെ ഇവിടെ വരുന്നവർക്കൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ ചായയും കടിയൊക്കെ കിട്ടും. ആണല്ലേ? നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് എടുത്തില്ലേ ഹിമ? അതിന്റെ അപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. സൂപ്പറാണ്.